നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ആത്മകഥാ വിവാദം പാർട്ടിയിൽ വിശദീകരിക്കാൻ ഇ പി ജയരാജൻ നാളത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്വന്തം ഭാഗം വ്യക്തമാക്കും. ഇ.പി. സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് എത്തുന്നത് നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം. വിവാദത്തിൽ ഗൂഢാലോചനവാദം ആവർത്തിച്ച് ഇ പി ജയരാജൻ. കൂടുതൽ വിശദീകരണത്തിലില്ലെന്ന DC ബുക്ക് CEO രവി DC. വിവാദങ്ങൾക്കിടെ പി സരിനെ വാനോളം പുകഴ്ത്തി പാലക്കാട്ട് ഇ.പിയുടെ പ്രചാരണം. ഇ പി ജയരാജനെ പരോക്ഷമായി മുന്നണിയിലേക്ക് ക്ഷണിച്ച് UDF കൺവീനർ MM ഹസൻ. UDFിലേക്ക് ഇ പി ജയരാജനെ ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിന് ഇ.പി അല്ല ഏത് PP വന്നാലും UDF ആലോചിക്കില്ലേ എന്നായിരുന്നു MM ഹസന്റെ മറുപടി. രാഷ്ട്രീയ നിലപാട് ഇ പി ജയരാജൻ പ്രഖ്യാപിക്കുമ്പോൾ ആലോചിക്കാമെന്നും MM ഹസൻ 24നോട്. കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയെടുത്തു. ജില്ലാ കളക്ടർക്കെതിരായ മൊഴിയിൽ ഉറച്ചു കുടുംബം. TV പ്രശാന്തിനെതിരെയുള്ള സംശയങ്ങൾ ഉന്നയിച്ചു. കെ രത്നകുമാരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. 16 വോട്ടാണ് കെ രത്നകുമാരിക്ക് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി ജൂബിലി ചാക്കോയ്ക്ക് 7 വോട്ടും ലഭിച്ചു. സ്ഥാനമൊഴിഞ്ഞ PP ദിവ്യ വോട്ട് ചെയ്യാനെത്തിയില്ല. IAS തലപ്പത്തെ തുറന്ന പോരിൽ കൂടുതൽ വിവരങ്ങൾ 24-ന്. ഫയലിൽ അഭിപ്രായം എഴുതാൻ N പ്രശാന്ത് IASനെ വിലക്കി. അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ജയത്തിലേക്ക് ഒപ്പിട്ട നോട്ട് 24-ന് ലഭിച്ചു. ജയത്തിലേക്ക് കുറിപ്പിറക്കിയത് 2024 മാർച്ച് 7-ന്. ഈ നോട്ടിനെതിരെ N പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. വ്യവസായ ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണൻ IASനെതിരെ വീണ്ടും പോലീസിൽ പരാതി. ഉദ്യോഗസ്ഥർക്കിടയിൽ പൊതുജനങ്ങൾക്കിടയിലും വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കൊല്ലം കടയ്ക്കൽ സ്വദേശി പരാതി നൽകിയത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനൊരുങ്ങി ശബരിമല. നാളെ വൈകിട്ട് 5-ന് നട തുറക്കും. സന്നിധാനത്ത് ഈ മാസത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി. ശബരിമല സർവീസിൽ KSRTCക്ക് മുന്നറിയിപ്പുമായി ഹൈക്കോടതി. പമ്പയിലേക്ക് ഒരു തീർത്ഥാടകനെ പോലും നിർത്തിക്കൊണ്ടുപോകാൻ പാടില്ലെന്ന് ഹൈക്കോടതി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ് ഉപയോഗിക്കരുത്. അങ്ങനെയുണ്ടായാൽ നടപടിയെടുക്കുമെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. വയനാട്ടിൽ CPIക്കെതിരെ റിപ്പോർട്ടർ ചാനൽ ദുഷ്പ്രചാരണം നടത്തിയെന്ന് ജില്ലാ സെക്രട്ടറി J. ബാബു. 2 വർഷം മുമ്പ് പാർട്ടി യോഗത്തിൽ സംസാരിച്ച ദൃശ്യം തെരഞ്ഞെടുപ്പ് യോഗത്തിലേതെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. വ്യാജ വാർത്ത ചമച്ചതിന് DGPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയെന്നും J. ബാബു. ഉപതെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്ന കോൺഗ്രസ് നേതാവ് T. സിദ്ദിഖ്. പോളിംഗ് കുറഞ്ഞത് പരിശോധിക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്നും T. സിദ്ദിഖ് 24നോട്. പാലക്കാട് മണ്ഡലത്തിൽ 2700ഓളം വോട്ട് വ്യാജമായി ചേർത്തെന്ന് CPIM ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു. BLOമാരെ സ്വാധീനിച്ചാണ് വ്യാജ വോട്ടർമാരെ ചേർത്തത്. പിരായിരി, മാത്തൂർ, പാലക്കാട് നഗരസഭ എന്നിവിടങ്ങളിലും കൂടുതൽ വ്യാജ വോട്ടർമാരുണ്ടെന്ന തെളിവുകൾ പുറത്തുവിട്ട് N. സുരേഷ് ബാബു ആരോപിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ EDക്കും ആദായ നികുതി വകുപ്പിനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഹൈക്കോടതി നോട്ടീസ്. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാൻ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. കൊടകര കവർച്ചാ കേസിൽ 50-ാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. കൽപ്പാത്തിൽ 2ാം തേരുത്സവത്തിൽ മന്തക്കര മഹാഗണപതി തേരിലേറി. തേര് വലിക്കാനും രഥോത്സവം കാണാനും ഇന്നും 100 കണക്കിന് ആളുകളാണ് കൽപ്പാത്തി തെരുവിലെത്തിയത്. നാളെയാണ് ദേവരഥ സംഗമം. ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ സീപ്ലെയിൻ പറന്നിറങ്ങിയത് അതീവ പരിസ്ഥിതിലോല മേഖലയിലെന്ന് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. പ്രദേശത്ത് സീപ്ലെയിൻ സർവീസ് നടത്തിയാൽ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പരാമർശം. ദേശീയ വന്യജീവി ബോർഡിന്റെ അനുമതിയോടെ മാട്ടുപ്പെട്ടി ഡാമിനോട് ചേർന്ന് മറ്റൊരിടത്ത് വിമാനം ഇറക്കാമെന്നും വനം വകുപ്പിന്റെ റിപ്പോർട്ട്. സംഘർഷം തുടരുന്ന മണിപ്പൂരിലേക്ക് കൂടുതൽ സേനയെ വിന്യസിച്ച് കേന്ദ്രം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 14 പേരാണ് മണിപ്പൂരിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അക്രമികൾ കൊലപ്പെടുത്തിയ യുവതി ക്രൂര ബലാത്സംഗത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്ന് പുറത്തുവന്നു. വിഘടനവാദികൾ തട്ടിക്കൊണ്ടുപോയവർക്കായി തെരച്ചിൽ തുടരുന്നു. വിവാദമായതിനെ തുടർന്ന് തിരുവനന്തപുരം SMV സ്കൂൾ ഗേറ്റ് നിർമ്മാണം നിർത്തിവെച്ചു. ഗേറ്റിനായി നിർമ്മിച്ച കുഴികൾ മൂടാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. സമീപത്തെ ഹോട്ടലിന് ബാർ ലൈസൻസ് ലഭിക്കാൻ വേണ്ടി ഗേറ്റ് പുതുക്കി നിർമ്മിക്കുന്നുവെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് കോർപ്പറേഷൻ തീരുമാനം.
സ്വകാര്യ ബസ്സുകളുടെ ദീർഘദൂര പെർമിറ്റ് പുതുക്കി നൽകിയില്ലെങ്കിൽ സർവീസ് മുടക്കി സമരത്തിലേക്ക് നീങ്ങുമെന്ന ബസ് ഉടമകളുടെ സംഘടന. 140 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് പുതുക്കി നൽകാത്തത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. സ്വപ്ന സുരേഷ് പ്രതിയായ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കേസിൽ രണ്ടാമത് സച്ചിൻ ദാസ് മാപ്പുസാക്ഷി. സച്ചിൻ ദാസിന്റെ അപേക്ഷ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. സ്വപ്നയ്ക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകിയെന്നാണ് സച്ചിനെതിരായ കേസ്. VS അച്യുതാനന്ദൻ സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് മുനമ്പം ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ചതെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് തന്റെ കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. CPIM നേതാവ് TK ഹംസ ചെയർമാനായപ്പോഴാണ് നോട്ടീസ് അയച്ചതെന്നും റഷീദ് അലി ശിഹാബ് തങ്ങൾ 24നോട്. കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. സംയുക്ത പാർലമെന്ററി സമിതിയിൽ വിഷയം ഉന്നയിക്കും. ആർക്കും ഭൂമി വിട്ട് നൽകേണ്ടി വരില്ലെന്നും ഭൂസമരം നടക്കുന്ന മുനമ്പം സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്രം. നിലവിലെ മാനദണ്ഡങ്ങളിൽ വ്യവസ്ഥയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്. നിലപാട് വ്യക്തമാക്കിയത് KV തോമസ് നൽകിയ മറുപടിയിൽ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടെന്നും കേന്ദ്രം. കണ്ണിൽ ചോരയില്ലാത്ത നിലപാടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഡൽഹിയിൽ സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. ഡ്രൈവർ, കണ്ടക്ടർ, സ്കൂൾ അറ്റൻഡർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ മൊഴി നൽകിയെങ്കിലും പരാതി നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്ന് പോലീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കരീബിയൻ രാജ്യമായ ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ ബഹുമതി. കോവിഡ് കാലത്ത് ഡൊമിനിക്കയ്ക്ക് നൽകിയ സഹായത്തിന് നന്ദി സൂചകമാണ് പുരസ്കാരം. ഗയാനയിൽ നടക്കുന്ന ഇന്ത്യ കാരിക്കോം ഉച്ചകോടിയിൽ പുരസ്കാരം സമ്മാനിക്കും. വായുമലിനീകരണം അപകടകരമായ ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നാളെ രാവിലെ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. വാഹനങ്ങൾക്കും നിയന്ത്രണം. കഴിഞ്ഞ 2 ദിവസങ്ങളായി 400-ന് മുകളിലാണ് ഡൽഹിയിലെ വായു ഗുണനിലവാര നിരക്ക്. രാജ്യത്ത് അവശ്യമരുന്നുകളുടെ വില കുത്തനെ ഉയർത്തി കേന്ദ്ര സർക്കാർ. 8 അവശ്യമരുന്നുകളുടെ വിലയാണ് ഉയർത്തിയത്. മരുന്നുൽപാദനം ലാഭകരമല്ലെന്ന നിർമ്മാണ കമ്പനികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടെ നടപടി. വില വർധന സാധാരണക്കാരെ നേരിട്ട് ബാധിക്കും. വാട്സാപ്പ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. പുതിയ IT നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ച വാട്സാപ്പിനെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. കൊല്ലത്ത് ഡിവൈഎഫ്ഐ നേതാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് 7 SDPI പ്രവർത്തകർക്ക് 7 വർഷം തടവ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2012 ജനുവരി 3-ന് കണ്ണനല്ലൂർ കുളപ്പാടം ജംഗ്ഷനിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ആനെഴുന്നള്ളിപ്പിന് മാർഗരേഖ പുറത്തിറക്കി ഹൈക്കോടതി. ദിവസം 30 കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നടത്തിക്കരുത്. 2 എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ഉറപ്പാക്കണമെന്നും കോടതി. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ CPIM നേതാവിനെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV ശിവപ്രസാദിനെ ഉദുമ ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് ഒഴിവാക്കിയത്. ബേക്കൽ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. കൊല്ലം കുന്നത്തൂരിൽ സ്കൂളിലെ കിണറ്റിൽ വീണ 6ാം ക്ലാസ്സുകാരൻ ഫെബിന്റെ നില ഗുരുതരം. സംഭവത്തിൽ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സ്കൂളിലെ കിണറിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഫെബിന്റെ പിതാവ് 24നോട്. 24 ബിഗ് ഇംപാക്ട്. ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ ഭോപ്പാലിലേക്ക് പോകുന്ന കേരള ടീമിന് വിമാന ടിക്കറ്റ് ഉറപ്പാക്കി വിദ്യാഭ്യാസ വകുപ്പ്. ട്രെയിൻ ടിക്കറ്റ് ഇല്ലാത്തതിനാൽ താരങ്ങളുടെ യാത്ര മുടങ്ങിയത് പുറം ലോകത്തെ അറിയിച്ചത് 24. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ താരങ്ങൾ കുടുങ്ങിക്കിടന്നത് മണിക്കൂറുകളോളം. അന്തരിച്ച മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ MT പത്മയുടെ മൃതദേഹം സംസ്കരിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ പൊതുശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലായിരുന്നു അന്ത്യം. കോഴിക്കോട് മലാപ്പറമ്പിൽ ജല അതോറിറ്റിയുടെ ബോർഡ് വെച്ച വാഹനത്തിൽ നിന്നും ചന്ദനം പിടികൂടിയ സംഭവത്തിൽ നടപടിയുമായി ജല അതോറിറ്റി. പ്രതികളായ ശ്യാം പ്രസാദുമായുള്ള വാഹന കരാറും നൌഫലുമായുള്ള ക്യാന്റീൻ കരാറും റദ്ദാക്കി. കൊച്ചിയിൽ ആയുർവേദ സ്പാകളുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനം നടക്കുന്നുവെന്ന 24 വാർത്തയിൽ പ്രതികരണവുമായി കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ KS സുദർശൻ.
സ്പാകളിലെ അനാശാസ്യ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടയാൻ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. ഇരയായ ഒരാൾ പരാതിയുമായി വന്നപ്പോഴായിരുന്നു മുമ്പ് തിരച്ചിൽ നടത്തിയതെന്ന് കെ സുദർശൻ. തമിഴ്നാട് മധുരൈ വസുനഗറിൽ 60-കാരനെ കൊന്ന് തലയെറുത്ത് റോഡിൽ ഉപേക്ഷിച്ചു. ചാക്കിലാക്കിയ നിലയിലായിരുന്നു തല. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. പാലക്കാട് വാളയാറിൽ ഷോക്കേറ്റ് അച്ഛനും മകനും മരിച്ച സംഭവത്തിൽ നരഹത്യയ്ക്ക് കേസെടുത്തു. പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് വാളയാർ പോലീസ്. പന്നിയിറച്ചി ലക്ഷ്യമിട്ടാണ് കെണിവെച്ചതെന്ന് പ്രാഥമിക നിഗമനം. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാർ വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയുമായി ജീവനക്കാർ. പരാതി നൽകിയത് യോഗത്തിൽ പങ്കെടുത്ത 39 ജീവനക്കാർ. ജീവനക്കാരുടെ പ്രവർത്തനം വിലയിരുത്തി പരാമർശം നടത്തിയതുള്ള വിരോധമെന്ന് ബി ശ്രീകുമാർ. കോഴിക്കോട് താമരശ്ശേരി ലോട്ടറി ചൂതാട്ട മാഫിയ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തതായി പരാതി. ലോട്ടറി കട ജീവനക്കാരെ അനന്തുകൃഷ്ണനാണ് തൂങ്ങി മരിച്ചത്. അനന്തവും ലോട്ടറി ചൂതാട്ട മാഫിയയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. സമീപത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. മലപ്പുറം പാണ്ടിക്കാട് വാഹനാപകടം. ടിപ്പർ ലോറിയിടിച്ച ഒരാൾക്ക് ദാരുണാന്ത്യം. മേലാറ്റൂർ സ്വദേശി ഏമലതയാണ് മരിച്ചത്. പരിക്കേറ്റ് സിന്ധുമോളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ഫറോക്ക് നഗരസഭയിൽ കൗൺസിൽ യോഗത്തിനിടെ ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകുമെന്ന് കൗൺസിലർ. കേന്ദ്ര സംസ്ഥാന വനിതാ കമ്മീഷനുകൾക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന് കൗൺസിലർ ഷനൂബിയ നിയാസ് വ്യക്തമാക്കി. എറണാകുളം നായരമ്പലം പുത്തൻകടപ്പുറം SPS LP സ്കൂളിലെ കുട്ടികൾക്ക് മൊബൈൽ ലൈബ്രറി നൽകി എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. സെന്റ് ആൽബർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബാരറ്റോ ഫെർണാണ്ടസ്, NSS പ്രോഗ്രാം ഓഫീസർ KJ ദിയാജോ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പുലിഭീതിയിൽ കോഴിക്കോട് കണ്ടപ്പഞ്ചാൽ നിവാസികൾ. പ്രദേശത്ത് 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. മിനി ഡാമിന് സമീപം ഇന്നലെ പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടതായ നാട്ടുകാർ. തിരുവനന്തപുരം പൊന്മുടിയിൽ വാഹനാപകടം. കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ 6 പേർക്ക് പരുക്ക്. പരിക്കേറ്റവരെ വിതുരയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഒഡീഷ സ്വദേശി അല്ലജാലാണ് മരിച്ചത്. വല നന്നാക്കാനായി കടലിലേക്ക് ചാടിയതിന് പിന്നാലെയാണ് അല്ലജാലിനെ കാണാതെ. പാലക്കാട് കോൺഗ്രസിൽ വീണ്ടും കൊടിഞ്ഞുപോക്ക്. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി CPIM-നെ പിന്തുണച്ചു. വെള്ളിനേഴി സ്വദേശിയെ കൃഷ്ണകുമാരി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിരുന്നു. നിലവിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ്. ആലപ്പുഴ പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷ്ടിച്ചു. കവർച്ച നടത്തിയത് കുറുവാ സംഘമെന്ന് സംശയം. കുറുവാ സംഘത്തിനായി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് വീണ്ടും മോഷണം. തിരുവനന്തപുരം വിതുരയിൽ ജനവാസ മേഖലയിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. ഏറെ ശ്രമത്തിനൊടുവിലാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പാലക്കാട് ദേശീയപാതയിലൂടെ കാറിൽ പോവുകയായിരുന്ന യുവാവിനെ പിന്നാലെത്തിയ കാറിലെ സംഘം ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി. അക്രമി സംഘം എത്തിയത് 3 കാറുകളിലായി. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തട്ടിക്കൊണ്ടുപോകലിന്റെ ദൃശ്യങ്ങൾ 24. മലപ്പുറം വട്ടപ്പാറ വളവിൽ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ലോറി ഡ്രൈവർ മരിച്ചു. കർണാടക മധുഗിരി സ്വദേശി ഭാഷ നായിക്കാണ് മരിച്ചത്. പ്രശസ്ത നോവലിസ്റ്റ് പാറപ്പുറത്തിന്റെ ജന്മശതാബ്ദി കലാസദന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ പ്രൊഫസർ VG തമ്പി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നിരൂപകൻ പ്രൊഫസർ I ഷൺമുഖദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജോർജ് മേനാച്ചേരി, അലക്സാണ്ടർ സാം, N ശ്രീകുമാർ, ഫാദർ ജിയോ തെക്കിനിയത്ത, ബേബിമ മുക്കൻ, VP ജോൺസ് തുടങ്ങിയവർ സംസാരിച്ചു. DO വത്സൻ, ജേക്കബ് ചെങ്ങലായി, PL ജോസ്, സിൽവി ജോർജ്, പോൾ ചെവിടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെൽക്കം ബാക്ക്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. എറണാകുളം ജില്ലാ സീനിയർ മെൻ ആൻഡ് വിമൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 17 നടക്കും. കടയിരുപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രാവിലെ 7 മുതലാണ് മത്സരം. തൃപ്രയാർ കാഞ്ഞാണി ചാവക്കാട് റോഡിൽ പഞ്ചാരമുക്ക് മുതൽ ചാവക്കാട് സെന്റർ വരെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ഇന്ന് രാത്രി 7 മുതൽ വെള്ളിയാഴ്ച രാവിലെ 6 വരെയാണ് നിയന്ത്രണം.
ആലുവ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ മോഡൽ കരിയർ സെന്ററിന്റെ നേതൃത്വത്തിൽ ഈ മാസം 16-ന് തൊഴിൽമേള നടത്തുന്നു. ആലുവ ക്രിസ്ത്യൻ കോളേജിലെ മാത്യു ബ്ലോക്കിൽ രാവിലെ 9:30 എത്തണം. SLC, +2, ITI ഡിഗ്രി, ഡിപ്ലോമ, BTech, MBA യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിന് നാളെ തുടക്കം. 41 ദിവസവും രാവിലെ പ്രത്യേക പൂജകൾ ഉണ്ടാകും. ഡിസംബർ 13, 14, 15 തീയതികൾ തൃക്കാർത്തിക ഉത്സവം ആഘോഷിക്കും. ആലപ്പുഴ സഹോദയ CBSE ജില്ലാ കായികമേള വെള്ളി ശനി ദിവസങ്ങളിൽ പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 9-ന് H. സലാം MLA ഉദ്ഘാടനം ചെയ്യും. 50 സ്കൂളിൽ നിന്നായി 2000-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കും. ദേശീയ വാർത്തകൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജുനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ആസിയാൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് പ്ലസ് യോഗത്തിലായിരിക്കും കൂടിക്കാഴ്ച. പശ്ചിമബംഗാളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ലോട്ടറി ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് അന്വേഷണം. മൈക്കിൾ നഗറിലെ ലോട്ടറി ടിക്കറ്റ് പ്രിന്റിംഗ് ഫാക്ടറിയിൽ റെയ്ഡ് നടത്തി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പരീക്ഷാ നടത്തിപ്പിൽ മാറ്റം വരുത്തിയ സർക്കാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് പ്രിലിമിനറി പരീക്ഷ ഒറ്റ ദിവസം കൊണ്ട് നടത്താനുള്ള തീരുമാനം. പരീക്ഷകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചു. രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ സംഘർഷം. നിരവധി വാഹനങ്ങൾ കത്തിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി നരേഷ് പിടിയെ അറസ്റ്റ് ചെയ്തു. ഡിയോളി ഉനിയാര മണ്ഡലത്തിലെ സംവരദ പോളിംഗ് സ്റ്റേഷനിലാണ് സംഭവം. തെലുങ്ക് ജനതയെ അപമാനിച്ചെന്ന കേസിൽ നടി കസ്തൂരിക്ക് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളി. വിവാദ പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ കസ്തൂരി ഒളിവിലാണ്. രാജ്യത്ത് വിമാനത്തിനും വീണ്ടും ബോംബ് ഭീഷണി. നാഗ്പൂരിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള വിമാനത്തിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. റായ്പൂർ വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി ഇറക്കി. ഭീഷണി സന്ദേശത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കാനഡ അറസ്റ്റ് ചെയ്ത ഖലിസ്ഥാൻ ഭീകരൻ അർഷദ് അല്ലയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ. നിലവിലെ അറസ്റ്റ് വിവരങ്ങൾ അറിഞ്ഞത് അന്തർദേശീയ മാധ്യമങ്ങൾ വഴിയെന്നും ഇന്ത്യ. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ വീടുകളിൽ ED റെയ്ഡ്. ചെന്നൈയിലും കോയമ്പത്തൂരിലുമാണ് പരിശോധന. സാന്റിയാഗോ മാർട്ടിന്റെ മരുമകൻ അർജുൻ യാദവിന്റെ വീട്ടിലും റെയ്ഡ് നടത്തി. VCK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയാണ് അർജുൻ. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഡിജിറ്റൽ അറസ്റ്റ് വഴി സ്ത്രീയിൽ നിന്ന് 58 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. CBI ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് പണം കവർന്നത്. സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. പാമ്പൻ പാലത്തിൽ അതിവേഗ ട്രെയിൻ ഓടിച്ച് പരീക്ഷണോട്ടം നടത്തിയ റെയിൽവേ സുരക്ഷാ വിഭാഗമാണ് പരിശോധന നടത്തിയത്. കർണാടകയിൽ ദീപാവലി ആഘോഷത്തിന് പെട്രോൾ ബോംബ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. ഹാസനിലെ രാജീവ് കോളേജ് ഓഫ് ആയുർവേദിലെ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത്. ആഘോഷത്തിന്റെ വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് നടപടി. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ക്യാബിനറ്റിലേക്ക് കൂടുതൽ വിശ്വസ്തരെ പ്രഖ്യാപിച്ച് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാർക്കോ റൂബിയോ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാകും. ഫ്ലോറിഡയിൽ നിന്നുള്ള US സെനറ്ററാണ് റൂബിയോ. പുതുതായി പാർട്ടിയിലെത്തിയ തുൾസി ഗബാർഡ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറാകും. ഹിസ്ബുല്ലയുമായി ഏറ്റുമുട്ടലിൽ 6 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. തെക്കൻ ലെബനിലെ ഗ്രൗണ്ട് ഓപ്പറേഷൻ കൂടുതൽ വ്യാപിപ്പിക്കുന്നതായി IDF പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തിരിച്ചടി ഉണ്ടായത്. അതിർത്തിയിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് സൈന്യം നീങ്ങുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ. ആരോഗ്യസ്ഥിതി മോശമാണെന്ന വാർത്തകൾ തള്ളി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഇന്ത്യൻ വംശജയും നാസയുടെ ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസ്. കർശന വ്യായാമ മുറകൾ കാരണമാണ് രൂപത്തിൽ മാറ്റമുണ്ടായതെന്നും ബഹിരാകാശത്ത് നിന്ന് അയച്ച വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ തകരാറുണ്ടായതിനെ തുടർന്ന് സുനിത വില്യംസ് ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം യുക്രൈൻ തലസ്ഥാനമായ കീവിൽ വൻ ആക്രമണം നടത്തി റഷ്യയിൽ വടക്കൻ കൊറിയൻ സൈന്യം യുദ്ധത്തിനെത്തിയതിൽ അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുക്കും മുമ്പേ യുക്രൈന് സഹായം നൽകാൻ ബ്രിട്ടനും ഫ്രാൻസും. യമനിലെ ഹൂതികൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ വൻ ആക്രമണം നടത്തി. അമേരിക്കയും ബ്രിട്ടനും ഹൂതി കേന്ദ്രങ്ങൾ പ്രത്യാക്രമണവും നടത്തി. നിരവധി പേർക്ക് പരുക്ക്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ കടുത്ത വിമർശകനായിരുന്ന റഷ്യൻ ടെലിവിഷൻ ഷെഫ് അലക്സി സിബിനെ സെർബിയയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 2014 റഷ്യ ക്രിമിയെ പിടിച്ചെടുത്തതിനെ വിമർശിച്ച ശേഷം അലക്സി ബ്രിട്ടനിലേക്ക് താമസം മാറ്റുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ടോക്സിക്കോളജി റിപ്പോർട്ടും ലഭിച്ച ശേഷമാകും തുടർ നടപടി. ബിസിനസ് വാർത്തകൾ.
തുടർച്ചയായ അഞ്ചാം ദിനവും സ്വർണ്ണവില താഴോട്ട്. 880 രൂപ കുറഞ്ഞ് പവൻ 55,480 രൂപയും ഗ്രാമിന് 6,935 രൂപയുമാണ് ഇന്നത്തെ വില. രണ്ടാഴ്ച കൊണ്ട് 4,160 രൂപയാണ് കുറഞ്ഞത്. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി വിവോ Y300 5G. ലോഞ്ച് തീയതി വെളിപ്പെടുത്താതെ കമ്പനി. ക്യാമറ സെൻസറുകളും LED ഫ്ലാഷും ഹാൻഡ്സെറ്റിന്റെ പ്രധാന സവിശേഷത. ആഭ്യന്തര റൂട്ടുകളിൽ 1,599 രൂപ മുതൽ ആരംഭിക്കുന്ന വിമാന ടിക്കറ്റുമായി എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഫ്ലാഷ് സെയിൽ ആരംഭിച്ചു. നവംബർ 19 മുതൽ 2025 ഏപ്രിൽ 30 വരെയുള്ള യാത്രകൾക്കാണ് ഓഫർ ലഭിക്കുക. ഇന്ത്യൻ വിപണിയിലേക്ക് ബജറ്റ് TV അവതരിപ്പിച്ച സ്കോഡ 2027ഓടെ വിപണിയിൽ അവതരിപ്പിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. പുതിയ ഡിസയറിന്റെ വില പ്രഖ്യാപിച്ചു മാരുതി സുസുക്കി. എക്സ്ഷോറൂം വില 6.79 ലക്ഷം രൂപ. കാർ അവതരിപ്പിക്കുന്നത് 4 വേരിയന്റുകളിലായി. സ്പോർട്സ്. യുവേഫ നാഷൻസ് ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ വമ്പന്മാർ. ഫ്രാൻസ് ഇസ്രയേലിനെയും ഇംഗ്ലണ്ട് ഗ്രീസിനെയും നേരിടും. ഇറ്റലി ബെൽജിയം വമ്പൻ പോരാട്ടം ഇന്ന് രാത്രി 1:30. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ അർജന്റീനയും ബ്രസീലും കളത്തിലേക്ക്. ബ്രസീൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 വെനസ്വലയെയും ലോക ചാമ്പ്യന്മാരായ അർജന്റീന പുലർച്ചെ 5 പരാഗ്വേയെയും നേരിടും. ചാമ്പ്യൻസ് ട്രോഫി വേദിയെ ചൊല്ലി ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്നു. പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇന്ത്യയിൽ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി പാക് താരങ്ങൾ രംഗത്തെത്തി. കളത്തിലേക്കുള്ള മടങ്ങിവരവ് ഗംഭീരമാക്കി ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ബംഗാൾ താരമായ ഷമി മധ്യപ്രദേശിനെതിരെ 4 വിക്കറ്റ് വീഴ്ത്തി. പരിക്ക് മൂലം 1 വർഷത്തോളം പുറത്തായിരുന്നു മുഹമ്മദ് ഷമി. ബോർഡർ ഗവസ്കർ പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം കഠിന പരിശീലനത്തിൽ. 22 മുതലാണ് 5 മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പര. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യത നിലനിർത്താൻ പരമ്പരയിൽ 4-0 ജയം ടീം ഇന്ത്യക്ക് ആവശ്യം. സന്തോഷ് ട്രോഫി ഫുട്ബോളിലുള്ള കേരള ടീമിനെ നാളെ പ്രഖ്യാപിക്കും. നാളെ വൈകിട്ട് 4 കോഴിക്കോട് വെച്ചാണ് ടീം പ്രഖ്യാപനം. പുതിയ പരിശീലകൻ ബിബി തോമസിന് കീഴിലാണ് ഇത്തവണ കേരളം സന്തോഷ് ട്രോഫിക്ക് ഇറങ്ങുന്നത്. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ആന്റണി വർഗീസ് നായകനാകുന്ന ദാവീദിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. നവാഗതനായ ഗോവിന്ദ് വിഷ്ണുവാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ദീപു രാജീവും സംവിധായകൻ ഗോവിന്ദും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ലിജോ മോൾ, സൈജു കുറുപ്പ്, കിച്ചു ടെലസ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. വീണ്ടും മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നു. മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നത്. ചിത്രത്തിൽ ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിക്കുമെന്നും സൂചന. സിക്കന്ദർ കാ മുക്കന്ദർ ക്രൈം ഡ്രാമയുടെ ട്രെയിലർ പുറത്ത്. റിലീസ് തീയതി പ്രഖ്യാപിച്ച അണിയറ പ്രവർത്തകർ. ജിമ്മി ഷെർഗിൽ, അവിനാശ് തിവാരി, തമന്ന ഭാട്ടി എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ശക്തിമാൻ വീണ്ടും എത്തുന്നു. ശക്തിമാൻ എന്ന കഥാപാത്രവുമായി വേഷമിട്ട മുകേഷ് ഖന്നയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വൈറൽ ട്രെൻഡ്സ്. കാർഡ്ബോർഡ് പേപ്പർ കൊണ്ട് വിസ്മയം തീർത്ത് വിദ്യാർത്ഥികൾ. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മാതൃകയാണ് വിദ്യാർത്ഥികൾ നിർമ്മിച്ചത്. വയലിനിൽ സംഗീത വിസ്മയം തീർത്ത് വിപിൻ. ഏറ്റെടുത്ത് സംഗീതാസ്വാദകർ. അധ്യാപികയെ ചേർത്ത് പിടിച്ച് കുട്ടികളെ ഏറ്റെടുത്ത് നെറ്റിസൻസ്. വൈറലായ പെൺകുട്ടികളുടെ ഡാൻസ്. ഫാക്ട് ചെക്ക്. വൈറ്റില മേൽപ്പാലത്തിനടിയിലൂടെ കുതിച്ചുപോയെന്ന കാറെന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഗോൾഫ് ഗോയ്സ് റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കൊച്ചിയിലെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. തിരുവനന്തപുരം അടയമൺ ഗവൺമെന്റ് LPSൽ പ്രീ പ്രൈമറി വിഭാഗത്തിൽ അധ്യാപികയുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം നാളെ 10:30. കാലടി സർവകലാശാല തിരുവനന്തപുരം പ്രാദേശിക കേന്ദ്രത്തിൽ നൈറ്റ് വാച്ച്മാൻ കം സ്വീപ്പർ തസ്തികയിലേക്ക് നിയമനം. അഭിമുഖം നാളെ 11 വഞ്ചിയൂർ ഓഫീസിൽ. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെയും സെൻട്രൽ ജംഗ്ഷൻ മുതൽ സ്റ്റേഡിയം ജംഗ്ഷൻ വരെയും നാളെ ഗതാഗത നിരോധനം. തിരുവല്ല, കുമ്പഴ, പത്തനംതിട്ട, കൈപ്പട്ടൂർ റോഡുകളിൽ ടാറിംഗ് നടക്കുന്നതിലാണ് ഗതാഗതം നിരോധിച്ചത്.
അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി തൃശൂർ വെള്ളാംചിറ റെയിൽവേ ഗേറ്റ് നാളെ മുതൽ അടച്ചിടുമെന്ന് റെയിൽവേ അധികൃതർ. 17 വരെയാണ് അടച്ചിടുക. തൃശൂർ വടക്കഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ HSC വിഭാഗത്തിൽ ഹിന്ദി അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2-ന്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശ് ആഗ്രയിലെ കാർഡ്ബോർഡ് ഫാക്ടറിയിൽ തീപിടുത്തം. തീ നിയന്ത്രണ വിധേയം. ആളപായമില്ല. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ 23-കാരിയെ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കോൺസ്റ്റബിൾ അറസ്റ്റിൽ. പിടിയിലായത് വീരേന്ദ്ര സിംഗ് പഥേരിയ. കേസിനാസ്പദമായ സംഭവം നടന്നത് ഈ മാസം 11. 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി.